പാർക്കിലേക്ക് അതുപോലെയുള്ള ഉല്ലാസ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു മിസ്റ്റർ രാഹുൽ ഗാന്ധി എന്നതുകൊണ്ടാണ് ഇവിടുത്തെ SFI-ക്കാർ ഒരു വലിയ തെറ്റ് ചെയ്തത്. SFI ചെയ്തത് തെറ്റാണ്. ആ തെറ്റിന്റെ പ്രത്യേകത ഒരു വാഴ ഓൾറെഡി ഇരിക്കേണ്ട സ്ഥലത്ത് മറ്റൊരു വാഴ വെച്ചു എന്നതാണ്. അത് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ്. ആ തെറ്റ് ചെയ്യുമ്പോ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോയില്ല. അത് വാഴകൾ അഭിമാനിക്കലാണ്. അത് നേരത്തെ സെക്രട്ടറി വിശദീകരിച്ചു. അതിനകത്ത് ഏറ്റവും വലിയ അപമാനം വാഴകൾക്ക് വാഴാവകാശ കമ്മീഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ആ കേസിന്റെ പിന്നാലെ പോകേണ്ടിയിരുന്നു. കാരണം വലിയ അവകാശ ലംഘനമാണത്. നോക്കുകയിൽ RSSന്റെ ഏറ്റവും ഭീകരമായ പരീക്ഷണശാല 2 സ്ഥലങ്ങളാണ് പ്രധാനമായും. അതാണ് അവർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നത്. ഒന്ന് ഗുജറാത്താണ്, മറ്റൊന്ന് UP ആണ്. ഈ 2 സ്ഥലങ്ങളിലും പോയി RSSനെ വിമർശിക്കാൻ കരുത്തില്ലാത്ത, അവരോട് രാഷ്ട്രീയം പറയാൻ തന്റേടമില്ലാത്ത ഇവിടുത്തെ കോൺഗ്രസുകാർ ഇന്ത്യ മുഴുവൻ ഞങ്ങൾ 3500 കിലോമീറ്റർ ജാഥ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിലെന്ത് രാഷ്ട്രീയം? പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ബീഫ് നിരോധനം നടപ്പിലാക്കിയ രാഷ്ട്രീയ പാർട്ടി BJP അല്ല, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്നുതള്ളിയ RSSന് രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിന പരേഡിൽ അവരുടെ യൂണിഫോം, കറുത്ത തൊപ്പി, വെളുത്ത കുപ്പായം, കാക്കി ട്രൗസർ, RSSന്റെ കുറുവടി, RSS ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ യൂണിഫോം ധരിച്ചിട്ട് അത് പങ്കെടുപ്പിച്ചവർ ഇന്ത്യയിലെ കോൺഗ്രസുകാരാണ്. അഥവാ ഈ കോൺഗ്രസ് നടത്തിയിട്ടുള്ള RSSനെ ആശയപരമായി ന്യായീകരിച്ച പലതരം ഇടപെടലുകളാണ് ഇന്ത്യ മഹാരാജ്യത്ത് സംഘപരിവാറിനെ ശക്തിപ്പെടുത്തിയത് എന്നത്. ഭരണം ലഭിക്കുമ്പോൾ ഒരു സാമ്പത്തിക പാർട്ടിയും ഭരണം നഷ്ടപ്പെടുമ്പോ ഒരു വർഗീയ പാർട്ടിയുമാണ്. മുസ്ലിം ലീഗിന് ഒരൊറ്റ സ്വഭാവമേ ഉള്ളൂ. അത് അടിസ്ഥാനപരമായി അതൊരു ബിസിനസ് ഗ്രൂപ്പാണ്. മുസ്ലിം ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നതിനപ്പുറം അതൊരു വ്യാപാര സംഘമാണ്, അതൊരു കച്ചവട സംഘമാണ്. ഒരു കച്ചവട സംഘത്തിന് നിലനിൽക്കണമെങ്കിൽ കച്ചവടത്തിന് ആവശ്യമായ മതനിരപേക്ഷത വേണ്ടിവരും. കച്ചവടക്കാരന്റെ ഒരു മതനിരപേക്ഷത മുസ്ലിം ലീഗിൽ പലപ്പോഴും നമ്മൾ കാണും. അത് കണ്ടിട്ടാണ് ചില ആളുകളൊക്കെ പറയുന്നത് മുസ്ലിം ലീഗ് അത്ര പ്രശ്നമല്ല. മുസ്ലിം ലീഗ് കച്ചവട പാർട്ടിയാണ്. അവർക്ക് നിലനിൽക്കാൻ, അവരുടെ ബിസിനസിന് മുന്നോട്ട് പോകാൻ അവർക്ക് സെക്യുലറിസത്തിന്റെ മുഖം മൂടി വേണം. ലീഗിന് അധികാരം നഷ്ടപ്പെടുമ്പോ ലീഗ് അവരുടെ കൃത്യമായ വർഗീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത്. നമുക്കൊരു MP ഉണ്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും എന്ന് ആഗ്രഹിച്ചു നിന്നവരാൾ. ആ MPക്ക് ഇന്ത്യൻ പാർലമെന്റിലെ അറ്റൻഡൻസ് എത്രയാണ്? നോക്കൂ നിങ്ങൾ, നമ്മുടെ വയനാട് അങ്ങാടിയിൽ വന്നിട്ട് ഈ രാജ്യത്തിന്റെ, നമ്മുടെ ഈ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പോയ നമ്മുടെ MP, നിങ്ങളുടെ നാടിനകത്ത് ജയിച്ചുപോയ MP ഇന്ത്യൻ പാർലമെന്റിൽ പോകാറുണ്ടോ? എന്നെ കേൾക്കുന്ന കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ആളുകൾ അവസാനത്തെ വണ്ടിയാണ് എന്ന് വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ആളുകളുണ്ട്. ഈ മനുഷ്യനെ നിങ്ങൾ തോൽപ്പിച്ചു കളയരുത്. തോൽപ്പിച്ചു കളഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രതീക്ഷയുമില്ല എന്ന് ഇവിടെ കൃത്രിമ വൈകാരികതയോടെ പറയുന്ന കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് രാഷ്ട്രീയം പറയേണ്ടത്? രാഷ്ട്രീയം പറയേണ്ട സ്ഥലത്താണ്. അത് പൊതു ഇടങ്ങളാണ്. അതിനേക്കാൾ പ്രാധാന്യപ്പെട്ട ഇടം ഇന്ത്യൻ പാർലമെന്റാണ്. പാർലമെന്റിൽ പറയേണ്ടതാണ്. പാർലമെന്റിൽ പറയേണ്ടത് അവിടെയാണ് രേഖയാക്കപ്പെടുക. നോക്കൂ നിങ്ങൾ, ഇന്ത്യൻ പാർലമെന്റിൽ ഇവിടുത്തെ MPയുടെ അറ്റൻഡൻസ് എത്രയാണ്? നമ്മുടെ സാധാരണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ നമ്മുടെ സർവകലാശാലകളിൽ പരീക്ഷ എഴുതണമെങ്കിൽ കൺഡൊണേഷൻ ഫീസ് അടക്കാവുന്ന ഒരു അറ്റൻഡൻസ് ഉണ്ട്. അത് 75%. 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ, ഹാജരുണ്ടെങ്കിൽ ഒരാൾക്ക് കൺഡൊണേഷൻ അഥവാ ഫീസ് അടച്ചിട്ടെങ്കിലും പരീക്ഷ എഴുതാൻ പറ്റും. ഇവിടത്തെ വലിയ MP ഉണ്ടല്ലോ, ഇവിടത്തെ കോൺഗ്രസുകാർ ലീഗുകാരൊക്കെ കൊട്ടിഘോഷിച്ച് നടക്കുന്ന സാക്ഷാൽ രാഹുൽ ഗാന്ധിയുണ്ടല്ലോ, ആ മനുഷ്യൻ ഇന്ത്യയുടെ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ആകെ അറ്റൻഡൻസ് 2021 പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട ഔപചാരികമായ കണക്ക് നിങ്ങളുടെയും എന്റെയും മുന്നിലുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ MPമാരുടെ ദേശീയ ശരാശരി, രാജ്യസഭയിലെയും ലോക്സഭയിലെയും MPമാരുടെ ദേശീയ ശരാശരി 79%. കേരളത്തിൽ നിന്നുള്ള ബാക്കി വരുന്ന MPമാരുടെ അറ്റൻഡൻസ് 84% ദേശീയ ശരാശരി. ഇന്ത്യൻ പാർലമെന്റ് വലിയ സംവാദങ്ങളുടെ, ചർച്ചകളുടെ വേദിയാവേണ്ട ഇടം. ഇന്ത്യൻ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ, അട്ടിമറിക്കാൻ ഇന്ത്യയിലെ വർഗീയവാദികൾ ഈ രാജ്യത്ത് പലതരത്തിൽ ഇടപെടുന്ന സമയം, ആ സമയത്ത് ഇന്ത്യൻ പാർലമെന്റിൽ കയറിയിട്ട് നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, RSS അജണ്ടയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ആ സമയങ്ങളിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകാതെ പട്ടായയിലേക്ക്, അതുപോലെയുള്ള ഉല്ലാസ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു മിസ്റ്റർ രാഹുൽ ഗാന്ധി എന്നതുകൊണ്ടാണ് ഇവിടുത്തെ SFI-ക്കാർ ഒരു വലിയ തെറ്റ് ചെയ്തത്. SFI ചെയ്തത് തെറ്റാണ്. ആ തെറ്റിന്റെ പ്രത്യേകത ഒരു വാഴ ഓൾറെഡി ഇരിക്കേണ്ട സ്ഥലത്ത് മറ്റൊരു വാഴ വെച്ചു എന്നതാണ്. അത് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ്. ആ തെറ്റ് ചെയ്യുമ്പോ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോയില്ല. അത് വാഴകൾ അഭിമാനിക്കലാണ്.
നേരത്തെ സെക്രട്ടറി വിശദീകരിച്ചു. അതിനകത്ത് ഏറ്റവും വലിയ അപമാനം വാഴകൾക്ക് വാഴാവകാശ കമ്മീഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ആ കേസിന്റെ പിന്നാലെ പോകേണ്ടിരുന്നു. കാരണം വലിയ അവകാശ ലംഘനമാണത്. നോക്കൂ നിങ്ങൾ, ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭ ലോക്സഭ എംപിമാരുടെ കണക്ക് പ്രകാരം നിങ്ങളുടെ എംപിയുടെ, ഞാൻ നിലമ്പൂരുകാരനാണ്, നമ്മുടെ എംപിയുടെ അറ്റൻഡൻസ് 56%. ഇന്ത്യൻ പാർലമെന്റിൽ കേവലം ആവറേജ് അറ്റൻഡൻസ് പോലും ഇല്ലാത്ത ഒരാൾ, പാർലമെന്റിൽ പോവാത്തവരാ, അതാണ് നമ്മുടെ ലോക്സഭാ അംഗമായ രാഹുൽ ഗാന്ധി. അദ്ദേഹം നമ്മുടെ പാർലമെന്റിൽ എത്ര ചോദ്യങ്ങൾ ചോദിച്ചു നോക്കൂ നിങ്ങൾ, എത്ര ഡിബേറ്റിൽ പങ്കെടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കോൺഗ്രസുകാർ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ലീഗുകാർ, നിങ്ങളോട് വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങളുടെ എംപി ഇവിടുത്തെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ എത്ര ഡിബേറ്റിൽ പങ്കെടുത്തു നോക്കൂ നിങ്ങൾ. ഇന്ത്യൻ പാർലമെന്റ് സംവാദങ്ങളുടെ വേദിയാണ്. ഒരു പാർലമെന്റിനകത്ത് ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോ ആ ബില്ലിന് മുകളിൽ 1ാം വായന, 2ാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ട് ഘട്ടം, 3ാം വായന, ഇങ്ങനെ വിവിധ ഘട്ടങ്ങളുണ്ട്. അഥവാ ഈ കമ്മിറ്റി റിപ്പോർട്ട് ഘട്ടങ്ങളിൽ പാർലമെന്റിനകത്ത് വലിയ ചർച്ചകൾ ഉണ്ടാവും. ആ ചർച്ചകളിൽ അഭിപ്രായം പറയാം. രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ പങ്കെടുത്ത ഡിബേറ്റുകളുടെ എണ്ണം പ്രിയപ്പെട്ടവരെ വെറും 5 വെറും 5 ഡിബേറ്റിലാണ്. ഇനി ഞാൻ പറയുന്നത് തെറ്റാണെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പരിശോധിക്കാവുന്നതാണ്. PRSന്റെ സൈറ്റുകൾ, പബ്ലിക് റിലേഷൻ സംബന്ധിച്ച് കൃത്യമായി പാർലമെന്റിലെ മുഴുവൻ എംപിമാരുടെയും കണക്കുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണം ദേശീയ ശരാശരി 144ആണ്. നമ്മുടെ പാർലമെന്റിലെ ഒരു സാധാരണ MP 144 ചോദ്യം മിനിമം ചോദിച്ചിട്ടുണ്ടാവും. എന്നാൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണം വെറും 81ആണ്. വെറും 81. അഥവാ ഈ അടുത്ത് നടന്ന മൺസൂൺ സെഷനിൽ, അഥവാ കഴിഞ്ഞ മഴക്കാല സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസ് എത്രയാണ് പ്രിയപ്പെട്ടവരെ? രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചുവിട്ടവരാണ് ഈ നാട്ടിലെ സാധാരണക്കാർ. നമ്മുടെ ജീവിതത്തിലെ, നേരത്തെ പറഞ്ഞു, ഇവിടുത്തെ ബഫർ സോൺ വിഷയം അതുൾപ്പെടെ പാർലമെന്റിനകത്ത് ചർച്ചയായ ഇന്ത്യൻ പാർലമെന്റിന്റെ മൺസൂൺ സെഷനിൽ ഇവിടുത്തെ എംപിയുടെ അറ്റൻഡൻസ് വട്ടപൂജ്യം. ഒരൊറ്റ പാർലമെന്റ് സെഷനിൽ, കഴിഞ്ഞ മൺസൂൺ സെഷനിൽ ഈ രാജ്യത്ത് ഇവിടെ നിന്ന് ജയിച്ചുപോയ നിങ്ങളുടെ MP പങ്കെടുത്തിട്ടില്ല. പിന്നെ ആരാണ് നമ്മുടെ പൊതുവിഷയങ്ങൾ അവതരിപ്പിക്കുക? അവിടെയാണ് ഞങ്ങൾക്ക് ഇടതുപക്ഷത്തെ കുറിച്ച് പറയാനുള്ളത്. നോക്കൂ നിങ്ങൾ, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം എന്നത് പാർലമെന്റിനകത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല, അത് ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന വലിയ സമരമുഖങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് ഈ നാടിനോട് ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന് വളരെ വിനയത്തോടെ പറയാനുള്ളത്, നമ്മുടെ നാടിനെ വീണ്ടെടുക്കേണ്ടതുണ്ട്. അവിടെയാണ് ആരാണ് നയിക്കുക എന്ന ചോദ്യം വരിക. ഇന്ത്യയിലെ കോൺഗ്രസിന് സാധിക്കുമോ? കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ സാധിക്കുമോ? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോ, ഇവിടുത്തെ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ വേട്ടയാടപ്പെടുമ്പോ അരുതെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നത് നമ്മുടെ മുന്നിലെ നിരവധിയായ തെളിവുകളാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടന പറയുന്നു, ഇന്ത്യ എന്നാൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണ്. ഈ സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയായി അഥവാ ഫെഡറലായി ഇന്ത്യ മാറാനുള്ള കാരണം എന്താണ്? ഇന്ത്യ എന്തുകൊണ്ടൊരു ഫെഡറൽ രാജ്യമായി? ഇന്ത്യ ഫെഡറൽ രാജ്യമാവാൻ 2 കാരണങ്ങളാണ് രാജ്യത്തിന്റെ ഭരണഘടന വിശദീകരിക്കുന്നത്. 1, രാജ്യത്തെ ജനസംഖ്യ വലുപ്പം. 2 ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അത് തീർച്ചയായും നമ്മൾ പറയേണ്ടതുണ്ട്, അത് ഇന്ത്യയുടെ സാംസ്കാരിക സാമൂഹിക വൈവിധ്യങ്ങളാണ്. ഇന്ത്യയുടെ സോഷ്യോ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്ന സാമൂഹികവും സാംസ്കാരികവുമായ വൈവിധ്യങ്ങളുടെ നാട്. ഈ വൈവിധ്യങ്ങൾ ഈ രാജ്യത്ത് ഇല്ലാതാക്കപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു മതം, ഏതെങ്കിലും ഒരു ഭാഷ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയം, ഏതെങ്കിലും ഒരു ഭക്ഷണ രീതി അത് മാത്രമായി നമ്മുടെ രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ടാൽ പിന്നെ ഇന്ത്യ ഇല്ല. പിന്നെ ഇന്ത്യ മരിച്ചു കളയും. ഇന്ത്യ എന്ന രാജ്യത്തിന് പിന്നെ ജീവിക്കാൻ കഴിയില്ല. ഇന്ത്യ ജീവിച്ചിരിക്കണമെങ്കിൽ ഇന്ത്യയിലെ ഫാസിസ്റ്റുകളെ പരാജയപ്പെടുത്തിയേ മതിയാകൂ. RSS മുന്നോട്ട് വെക്കുന്ന സംഘപരിവാരത്തിന്റെ അജണ്ടകളെ ചെറുത്തു തോൽപ്പിച്ചാൽ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യത്തിന് മുന്നോട്ട് പോകാനാകൂ. ഇന്ത്യൻ ജനാധിപത്യത്തെ നിലനിർത്താൻ ഈ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയ സംഹിതകളെ സംരക്ഷിക്കാൻ ഇവിടെ ആരുണ്ട് എന്നതാണ് ചോദ്യം. അപ്പോഴാണ് പുതിയ പരിപാടിയുമായി ഇവിടെ ചിലർ വരിക. അതിലൊരു കൂട്ടർ മുസ്ലിം ലീഗുകാരാണ്. മുസ്ലിം ലീഗിനോട് ഞങ്ങൾക്ക് കൂടുതൽ, അവരെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. കേരളത്തിലാകെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥ നമുക്കറിയാം. മുസ്ലിം ലീഗിന്റെ നല്ലവരായ ചെറുപ്പക്കാർ
മുസ്ലിം സമുദായത്തെ രാഷ്ട്രീയ ലാഭത്തിന്, സാമ്പത്തിക ലാഭത്തിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പാർട്ടി നടത്തിയ വൃത്തികെട്ട കളികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എത്രയോ മുസ്ലിം ലീഗുകാർ അവരുടെ രാഷ്ട്രീയം അവസാനിപ്പിച്ച് ഇടതുപക്ഷത്തിലേക്ക് കടന്നു വരുന്നത് നാം സംസ്ഥാനത്താകെ കാണുകയാണ്. അവിടെയാണ് ഈ അടുത്ത് MK മുനീറിനെ പോലെയുള്ള ആളുകൾ, മുസ്ലിം ലീഗിന്റെ വലിയ നേതാക്കന്മാർ, ബുദ്ധിജീവികൾ, ഡോക്ടർ ബിരുദമൊക്കെയുള്ള MBBS-കാരനാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് പറയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തകർക്കേണ്ടത്. ഇപ്പോഴും ആവർത്തിക്കുകയാണ്. മുൻപ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, ഇപ്പോ MK മുനീറാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ആരെങ്കിലും MK മുനീറുമായി നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള മുസ്ലിം ലീഗുകാർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കണം. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആണ് ഇല്ലാതാക്കേണ്ടത് എന്ന് ആവർത്തിച്ചു പറയുന്ന MK മുനീറുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഇടതുപക്ഷമാണ്. ചില മുസ്ലിം ലീഗുകാരുടെ FP പോസ്റ്റർ ഉണ്ട്. എന്താ അറിയോ? ചുവന്ന കൊടി മങ്ങിക്കഴിഞ്ഞാൽ കാവിയാകും. അവർ നമ്മളെ, ചില സഖാക്കളെ കളിയാക്കിക്കൊണ്ട് ചില പേരുകളൊക്കെ വിളിക്കും. സംഘാപ്പി എന്നൊക്കെ ലീഗുകാരുടെ പ്രയോഗമുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ സോഷ്യൽ മീഡിയയിൽ അതൊക്കെ രസമാണ്. അങ്ങനെയൊക്കെയുള്ള വാക്ക് വേണമെങ്കിൽ അവരുടെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാം. പക്ഷെ വസ്തുനിഷ്ഠമായി പ്രിയപ്പെട്ട മുസ്ലിം ലീഗുകാരാ, നിങ്ങളത് പരിശോധിക്കണം. പ്രിയപ്പെട്ട കോൺഗ്രസുകാർ പരിശോധിക്കണം. മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ നേതാവ് അത് പാണക്കാട് തങ്ങളാണ്. പാണക്കാട് തങ്ങള്, അദ്ദേഹം ഇപ്പൊ പുതിയ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായി വന്ന ബഷീർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ നൽകി. അതിൽ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഇന്റർവ്യൂ അദ്ദേഹം കരുതിയത് സാധാരണ മുസ്ലിം ലീഗുകാരും ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കില്ല എന്നായിരിക്കാം. എന്തായാലും ഇന്ത്യൻ എക്സ്പ്രസിനോട് സംസാരിച്ചപ്പോ അദ്ദേഹം വസ്തുനിഷ്ഠമായ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ അദ്ദേഹത്തോടുള്ള ചോദ്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇല്ലാതാവണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM പൂർണ്ണമായും ഇല്ലാത്ത ഒരു കേരളത്തെ കുറിച്ച് എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? CPIM ഇല്ലാത്ത ഒരു ഇന്ത്യയെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? അതിന് വ്യക്തമായ മറുപടി പാണക്കാട്ട് തങ്ങൾ നൽകി, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് നൽകി. ആ മറുപടി ഇങ്ങനെയാണ്: CPIM-ന് സമകാലിക ഇന്ത്യയിലേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. CPIM ഇല്ലാത്ത ഒരു കേരളം, CPIM ഇല്ലാത്ത ഒരു ഇന്ത്യ ഞങ്ങളുടെ സങ്കല്പത്തിലില്ല എന്ന് വ്യക്തമായി പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ നേതാവാണ്. മുസ്ലിം ലീഗിന്റെ നേതാവ്. എന്നിട്ടും ഇവിടുത്തെ MK മുനീറുമാർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് പറയുന്നു CPIM തകരണം, CPIM-നെ തകർക്കണം. ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ, നിങ്ങളുടെ വയനാട്ടിൽ നിന്നുള്ള BJP-യുടെ MP ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞത് തെറ്റാന്ന് വിചാരിക്കേണ്ട, കേരള നിയമസഭയിൽ BJP-ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു MP ഉണ്ട്. അത് രാജഗോപാലോ കുമ്മനമോ അല്ല. അവർ പാർലമെന്റിൽ നിയമസഭയിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ വയനാട്ടുകാരനായ ഒരാൾ കണ്ണൂരിൽ നിന്ന് MP ആയിട്ട് പോയിട്ടുണ്ട്, ഷാജി K വയനാട്, മുസ്ലിം ലീഗിന്റെ നേതാവ്. മൂപ്പരെ പോലെയുള്ള ആളുകൾക്കാണ് CPIM എങ്ങനെയെങ്കിലും തകരണം അങ്ങനെ പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവായ MK മുനീർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. മൂപ്പര് പൈസ കൊടുത്ത് എഴുതിച്ചതാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും സ്വന്തമായിട്ടാണ് MK മുനീർ പുസ്തകം എഴുതിയതെങ്കിൽ MK മുനീറിന്റെ പുസ്തകത്തിലുണ്ട് MK മുനീറിനുള്ള മറുപടി, മുസ്ലിം ലീഗ് നേതാവിനുള്ള മറുപടി മുസ്ലിം ലീഗ് നേതാവായ ആ വ്യക്തി തന്നെ എഴുതിയ പുസ്തകത്തിലുണ്ട്. അദ്ദേഹം പറയുന്ന, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് സംഘപരിവാരവും ഫാസിസവും. അദ്ദേഹം ഉടമയും അദ്ദേഹത്തിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ഹരിതം ബുക്ക്, കോഴിക്കോടുള്ള ഹരിതം ബുക്കാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഈ പുസ്തകത്തിന്റെ പേര് സംഘപരിവാരവും ഫാസിസവും. ആ പുസ്തകത്തിന്റെ 18-ാമത്തെ പേജ് വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. തുടക്കത്തിൽ തന്നെയാണ്, ലോകത്തിലാകെ, ഇതെന്റെ വാക്കല്ല, ഇത് MK മുനീർ പറയുന്നതാണ്, ലോകത്തിലാകെ ഫാസിസത്തെ തടഞ്ഞു തോൽപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അടുത്തൊരു വരി കൂടിയുണ്ട്, ലോകത്തിലാകെ ഫാസിസ്റ്റുകളുടെ ഏറ്റവും വലിയ വേട്ടയാടലിന് വിധേയമാക്കപ്പെട്ടത്, ഇരയാക്കപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ലോകത്തിലാകെ ഫാസിസത്തെ തടഞ്ഞു തോൽപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നും കമ്മ്യൂണിസ്റ്റുകാരാണ് ലോകത്തിലെ ഫാസിസത്തിന്റെ ഏറ്റവും വലിയ വേട്ടയാടലുകൾക്ക് ഇരയാക്കപ്പെട്ടതെന്നും പറഞ്ഞത് ഞാനല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മാത്രമല്ല, അത് പറഞ്ഞത് സാക്ഷാൽ MK മുനീർ തന്നെയാണ്. എന്നിട്ടിപ്പോ അവർ 4 വോട്ടിന് വേണ്ടി ചിലതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള കൂട്ടർക്ക് നമ്മുടെ നാടിനെ സംരക്ഷിക്കാനാവില്ല. അപ്പോഴാണ് കോൺഗ്രസുകാർ, അവരാണ് ഇപ്പൊ ഫാസിസത്തെ തടയുക. നമ്മുടെ നാട്ടിലൂടെ കോൺഗ്രസിന്റെ വലിയൊരു ജാഥ പോകുന്നുണ്ടത്രേ. 150 ദിവസം നീണ്ടു നിൽക്കുന്ന 12 സംസ്ഥാനങ്ങളിലൂടെ ഇന്ത്യയിൽ കോൺഗ്രസ് ഒരു വലിയ ജാഥ നടത്തുന്നുണ്ട്. ആ ജാഥക്ക് ഇവിടെയൊക്കെ അങ്ങാടിയിൽ ബോർഡ് വന്നിട്ടുണ്ടാവും, ഭാരത് ജോഡോ യാത്ര എന്നാണ്. ഭാരത് ജോഡോ യാത്ര. ഇവിടുത്തെ കോൺഗ്രസുകാർ അതിന്റെ വിശദീകരണമായിട്ട് വരുമ്പോ ഈ കാര്യം കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ ജാഥ?
ഈ ജാഥയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇന്ത്യയിൽ സംഘപരിവാരത്തിന്റെ വിഭജന രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുക എന്നതാണ്. അവർ പുറന്തള്ളുമ്പോ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, അതാണ് അവരുടെ വാദം. അഥവാ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ, ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളെ വേട്ടയാടുമ്പോ, മതന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുമ്പോ, ബുൾഡോസറുകൾ മതന്യൂനപക്ഷങ്ങളുടെ വീടുകൾക്ക് മുകളിൽ ബലപ്രയോഗം നടത്തുമ്പോ അതിനെ ചെറുക്കാനാണ് ജാഥ എന്നാണ് അവരുടെ വാദം. എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും UDF, കോൺഗ്രസ്, മുസ്ലിം ലീഗുകാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ പരിശോധിക്കണം. ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര കാര്യത്തെ വിമർശിക്കാൻ ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുന്നില്ല. കാരണം കോൺഗ്രസ് എവിടെ ജാഥ നടത്തണം, എങ്ങനെ ജാഥ നടത്തണം, അതൊക്കെ ആ പാർട്ടിയുടെ ആഭ്യന്തര രാഷ്ട്രീയ കാര്യങ്ങളാണ്. പക്ഷേ അവരവകാശപ്പെടുന്ന ഒന്നുണ്ട്, അത് രാജ്യത്തെ സവർണ ഫാസിസത്തെ, സംഘപരിവാർ അജണ്ടകളെ ചെറുത്തു തോൽപ്പിക്കാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങും എന്നാണ് അവരുടെ വാദം. അങ്ങനെയെങ്കിൽ അവരോട്, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് ഈ സെപ്റ്റംബർ മാസം 7-ാം തീയതിയാണ് അവർ കന്യാകുമാരിയിൽ നിന്ന് ജാഥ ആരംഭിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടത്തുന്ന ഈ ജാഥയിൽ 35,000-ഓളം 3,500-ഓളം കിലോമീറ്ററുകൾ അവർ സഞ്ചരിക്കുമെന്നും പറയുന്നു. നല്ല കാര്യം, അതിനെയൊന്നും ഞങ്ങൾ ഇകഴ്ത്തി കാണിക്കുന്നില്ല, ഏതെങ്കിലും തരത്തിൽ അതിനെ മോശമായി ചിത്രീകരിക്കുന്നില്ല. എന്നാൽ വിനയത്തോടെ ഈ നാടിനകത്തെ സാധാരണ ജനങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ആ ചോദ്യം, രാജ്യത്തെ 12 സംസ്ഥാനങ്ങളിലൂടെ ജാഥ നടത്തുന്ന സമയത്ത് കോൺഗ്രസ് നമ്മുടെ നാട്ടിലൊക്കെ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ ഫാസിസത്തെ ചോദ്യം ചെയ്യാനാണ്, RSSനെ ചോദ്യം ചെയ്യാനാണ്. RSS മുന്നോട്ട് വെക്കുന്ന വർഗീയ വിഭജന അജണ്ടയെ രാജ്യത്ത് മുഴുവൻ ചോദ്യം ചെയ്യാനാണ്, ചെറുത്തു തോൽപ്പിക്കാനാണ് അവർ ഈ ജാഥ നടത്തുന്നത് എന്നാണ്. അങ്ങനെയെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിലമ്പൂരിൽ മാത്രമാണോ അവരുടെ ജാഥ പ്രധാനപ്പെട്ട യോഗം നടത്തേണ്ടത്? ഈ നിലമ്പൂരാണോ ഇന്ത്യയിൽ ഏറ്റവും തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ കൊല്ലം, അത് കഴിഞ്ഞാൽ തൃശ്ശൂര് ഒരു ചെറിയ കേന്ദ്രമുണ്ടെന്ന് കേൾക്കുന്നു. പിന്നീട് അവർ വരുന്ന ഒരു സ്ഥലം ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ നിലമ്പൂരാണ്. തീർച്ചയായും അവരെവിടെ നടത്തണം എന്നത് അവരുടെ തീരുമാനം, ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ എന്തുകൊണ്ട് ഈസ്റ്റ് മേഖലയിലേക്ക് ഒരു ഇന്ത്യയിലെ മുഴുവൻ ജാഥയും അങ്ങനെ കടന്നു പോവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ ചോദിക്കുന്നില്ല. എന്നാൽ ഒരു ജാഥ പോകുമ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ട്രെയിനുകൾ വരെ ചിലത് കടന്നു പോകുന്നുണ്ട് ഗുജറാത്തിലൂടെ. എന്തുകൊണ്ട് ഗുജറാത്ത് സംസ്ഥാനത്തിലേക്ക് ഈ ജാഥ കടന്നു പോകുന്നില്ല? ഇന്ത്യൻ ഫാസിസത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയാണ് ഇന്ത്യയിൽ ഗുജറാത്ത്. ആ ഗുജറാത്തിന്റെ ഒരു ഇടത്തേൽ പോലും, ഒരു കേന്ദ്രം പോലും ഗുജറാത്തിൽ ഇല്ല. ഗുജറാത്തിലേക്ക് എന്തുകൊണ്ട് മിസ്റ്റർ രാഹുൽ നിങ്ങളുടെ ജാഥയ്ക്ക് പ്രവേശിക്കാനുള്ള തന്റെ ഇടമില്ല? ഗുജറാത്തിലേക്ക് പോകുന്നില്ല. ഗുജറാത്തിൽ പോയി RSS അജണ്ടയെ ചോദ്യം ചെയ്യാൻ നൂറുകണക്കിന് മനുഷ്യരെ ചുട്ടുകൊന്ന മണ്ണാണ് ഗുജറാത്ത്. ഇന്ത്യയിൽ RSSന്റെ ഏറ്റവും ഭീകരമായ പരീക്ഷണശാലയാണ് ഗുജറാത്ത്. ആ ഗുജറാത്തിൽ 2 മാസങ്ങൾ കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഗുജറാത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ ജാഥ പ്രവേശിക്കുന്നില്ല? അവർ കേരളത്തിലൂടെ മാത്രമാണോ ഫാസിസത്തെ തടയേണ്ടത്? നിലമ്പൂരിലും വയനാട്ടിലും ബത്തേരിയിലും വന്നിട്ട് മാത്രമാണോ ഫാസിസത്തെ വിമർശിക്കേണ്ടത്? ഗുജറാത്തിലേക്ക് പോവാൻ, ഗുജറാത്തിൽ പോയിട്ട് അവിടെ വെച്ച് ഗാന്ധിനഗറിലോ അഹമ്മദാബാദിലോ എന്തുകൊണ്ട് സംഘപരിവാറിന്റെ അജണ്ടയെ ചോദ്യം ചെയ്യാൻ നരേന്ദ്രമോദിയുടെ മുന്നിൽ പോയി, നരേന്ദ്രമോദിയുടെ നാട്ടിൽ പോയി എന്തുകൊണ്ട് RSSനെ വിമർശിക്കാൻ ഇവിടത്തെ കോൺഗ്രസിന് കഴിയുന്നില്ല? പരിശോധിക്കണം ഈ നാട്. അപ്പോഴാണ് അവർ പറയും അവിടെ തെരഞ്ഞെടുപ്പായതുകൊണ്ടാ. അങ്ങനെയെങ്കിൽ ഉത്തർപ്രദേശോ? എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും ഭീകരമായ RSSന്റെ പരീക്ഷണശാല ഉത്തർപ്രദേശാണ് ഗുജറാത്തിനേക്കാൾ. ആ UPയിലാണ്. ഭാവിയിൽ ഇന്ത്യയിൽ ഒരു മതരാഷ്ട്രം രൂപീകരിക്കപ്പെട്ടാൽ, RSSന്റെ ഹിന്ദു രാഷ്ട്രം ഇന്ത്യയിൽ അവർ പൂർത്തീകരിച്ചാൽ, അവരുടെ തലസ്ഥാനം നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ലോക്സഭാ മണ്ഡലമായ വാരാണസിയാണ്. ആ വാരാണസി ഉത്തർപ്രദേശിലാണ്. അലഹബാദ് ഉത്തർപ്രദേശിലാണ്. ആ അലഹബാദാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ കലാപം നടക്കുന്ന സ്ഥലം. പക്ഷേ അലഹബാദ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം അലഹബാദിന്റെ പേര് പ്രയാഗ് രാജ് എന്നാക്കി മാറ്റിക്കഴിഞ്ഞു. പ്രയാഗ് രാജ് എന്ന പേര് അലഹബാദിന്റെ പേരാണ്. 2019 അവിടത്തെ പേരുമാറ്റം നടത്തി. ആ അലഹബാദ് കോൺഗ്രസിന്റെ തറവാടാണ്. ഇന്നത്തെ നെഹ്റു കുടുംബത്തിന്റെ, ഇന്നത്തെ ഈ രാഹുലിന്റെ
ഒക്കെ വല്യച്ഛനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജീവിച്ച മണ്ണ്, ജനിച്ച മണ്ണ്, നെഹ്റുവിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റുവിന്റെ തറവാടായിരുന്ന മണ്ണ്, അതാണ് അലഹബാദ്. അലഹബാദിലാണ് കോൺഗ്രസിന്റെ തറവാട്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ജീവിച്ച മണ്ണ്. അവരുടെ രാഷ്ട്രീയം രൂപപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് അലഹബാദ്. ആ അലഹബാദിലേക്ക്, യു പിയിലേക്ക് ഇവരുടെ ജാഥ പോകുന്നത് എവിടെയാണ്? ഇത് കേൾക്കുന്ന കോൺഗ്രസുകാർ ഇപ്പൊ ചിരിക്കും. യു പിയിൽ പോകുന്നുണ്ട് എന്നാണ് അവർ പറയുക. യു പിയിൽ എവിടെ? നിങ്ങൾ ഇന്ത്യയുടെ ഭൂപടം നോക്കണം. ഇന്ത്യയുടെ ഭൂപടം നോക്കിയാൽ ഡൽഹിയുടെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ചില ഉത്തർപ്രദേശിന്റെ ഗ്രാമങ്ങൾ, നഗരങ്ങളുണ്ട്. അതിലൊരു സ്ഥലമാണ് ബുലന്ദ് സാഹബ്. ബുലന്ദ് സാഹർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ബുലന്ദ് സാഹർ. ബുലന്ദ് സാഹർ എന്ന യു പിയിലെ ഡൽഹി അതിർത്തിയിലെ ഒരു നഗരത്തിൽ മാത്രമാണ് ഇവരുടെ ജാഥ പോകുന്നത്. ഉത്തർപ്രദേശിലേക്ക് പേരിന് പ്രവേശിക്കുന്നു. ഉത്തർപ്രദേശിലും അവർ ഇന്ത്യയിൽ RSSന്റെ ഏറ്റവും ഭീകരമായ പരീക്ഷണശാല 2 സ്ഥലങ്ങളാണ് പ്രധാനമായും. അതാണ് അവർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നത്. ഒന്ന് ഗുജറാത്താണ്, മറ്റൊന്ന് യു പിയാണ്. ഈ 2 സ്ഥലങ്ങളിലും പോയി RSSനെ വിമർശിക്കാൻ കരുത്തില്ലാത്ത, അവരോട് രാഷ്ട്രീയം പറയാൻ തന്റേടമില്ലാത്ത ഇവിടുത്തെ കോൺഗ്രസുകാർ ഇന്ത്യ മുഴുവൻ ഞങ്ങൾ 3500 കിലോമീറ്റർ ജാഥ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിലെന്ത് രാഷ്ട്രീയം? പ്രിയപ്പെട്ടവരെ, ആകെ ഒരു ഷോ വർക്ക് നടത്തും. ഞാൻ ഈ പറയുന്നത് അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല. വീണ്ടും ആവർത്തിക്കുക, അവർ അത്രയെങ്കിലും നടത്തട്ടെ. പക്ഷേ ഞങ്ങൾ ഫാസിസത്തെ തടയുമെന്ന് വീമ്പ് പറയരുത്. ഫാസിസത്തെ തടയാനുള്ള പോരാട്ടത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസിന് മുന്നിൽ നിൽക്കാനാവില്ല. എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഊർജമാവാൻ കഴിയില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് RSSനെ തടയാനാവുക? RSS എന്നാൽ BJP മാത്രമല്ല, തെറ്റിദ്ധരിക്കരുത്. RSS എന്നാൽ BJP അല്ല. BJP RSSന്റെ രാഷ്ട്രീയ ശരീരം മാത്രമാണ്. ഞാൻ ഈ പറയുന്നതിനെ വ്യക്തമായി മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. BJP RSSന്റെ 77 സംഘടനകളിൽ ഒന്ന് മാത്രമാണ്. അഥവാ RSSന്റെ രാഷ്ട്രീയ ശരീരമാണ് BJP. ആ BJP ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന അജണ്ടകൾ, സാംസ്കാരിക അജണ്ടകൾ ഒന്നും തന്നെ BJP എന്ന പാർട്ടിയുടെ ഭരണഘടനയിലുള്ളതല്ല. അവരുടെ പ്രത്യയശാസ്ത്രമായ വിചാരധാരയിലുള്ളതാണ്. ആ വിചാരധാര RSSന്റേതാണ്. നിങ്ങൾ RSSന്റെ ഐഡിയോളജിയെ, ആശയത്തെ എതിർക്കുന്നുണ്ടോ എന്നതാണ് പ്രിയപ്പെട്ട കോൺഗ്രസെ നിങ്ങളോടുള്ള ചോദ്യം. ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് RSSന്റെ ആശയത്തെ വിയോജിക്കാനാവുന്നില്ല. RSS ബാബരി പള്ളി പൊളിക്കുന്നു. ബാബരി പള്ളി പൊളിച്ച സ്ഥലത്ത് ഞങ്ങൾ രാമക്ഷേത്രം പണിയും എന്ന് പ്രഖ്യാപിക്കുമ്പോ ആ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള വെള്ളിക്കല്ലുകൾ ഞങ്ങൾ കൂടി സംഭാവന നൽകും, ഞങ്ങളെ കൂടി ശിലാന്യാസത്തിന് ക്ഷണിക്കണം എന്ന് പ്രഖ്യാപിക്കുന്നവരായി കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാർ മാറിത്തീർന്നത് ഞാനും നിങ്ങളും കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ബീഫ് നിരോധനം നടപ്പിലാക്കിയ രാഷ്ട്രീയ പാർട്ടി BJP അല്ല, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്നുതള്ളിയ RSSന് രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിന പരേഡിൽ അവരുടെ യൂണിഫോം, കറുത്ത തൊപ്പി, വെളുത്ത കുപ്പായം, കാക്കി ട്രൗസർ, RSSന്റെ കുറുവടി, RSS ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ യൂണിഫോം ധരിച്ചിട്ട് അത് പങ്കെടുപ്പിച്ചവർ ഇന്ത്യയിലെ കോൺഗ്രസുകാരാണ്. അഥവാ ഈ കോൺഗ്രസ് നടത്തിയിട്ടുള്ള RSSനെ ആശയപരമായി ന്യായീകരിച്ച പലതരം ഇടപെടലുകളാണ് ഇന്ത്യ മഹാരാജ്യത്ത് സംഘപരിവാറിനെ ശക്തിപ്പെടുത്തിയത്. RSSനെ തടയേണ്ടത് BJPക്കെതിരെ തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ കേവലമായി രൂപീകരിച്ചു മാത്രമല്ല, BJPയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കോൺഗ്രസിന്റെ കൂടെ നിൽക്കണം. ഇതാണ് ചിലരുടെ വാദം. പ്രിയപ്പെട്ടവരെ, കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ MLA-മാരായി ജയിച്ചുപോയ ആളുകൾ, MLA-മാരായി ജയിച്ചുപോയ ആളുകൾ BJPക്കെതിരെ വോട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് പ്രത്യേകം റിസോർട്ടുകൾ പണിയേണ്ടി വരുന്നു. ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് BJP വളരുന്നത്? BJPക്ക് സംസ്ഥാനങ്ങളിലെ ഭരണം അവർക്ക് ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല, സാമ്പത്തിക പ്രശ്നമാണ്. അവർക്ക് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ജയിച്ചാലും പ്രശ്നമില്ല. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുന്നത് തെരഞ്ഞെടുപ്പിൽ MLA-മാരുടെ എണ്ണം കുറഞ്ഞു പോയതുകൊണ്ട് മാത്രം BJPക്ക് ആ സംസ്ഥാനം നഷ്ടപ്പെടുന്നില്ല. സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ നോക്കൂ നിങ്ങൾ.
എവിടെ വേണമെങ്കിലും MLA-മാരെ വിലക്കെടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യയിൽ BJP മാറി. ആരെ വേണമെങ്കിലും വിലക്കെടുക്കാൻ കഴിയില്ല. വിലക്കെടുക്കാൻ കഴിയാത്തവരെ ED-യെ ഉപയോഗിച്ച്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് ഭയപ്പെടുത്തി തങ്ങളുടെ കൂടെ നിർത്താൻ കഴിയുന്ന സാഹചര്യം ഇന്ത്യയിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. അഥവാ സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ദുർബലമാവുകയാണ്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളും ദുർബലമാകുന്ന ഒരു ഇന്ത്യ ICU-വിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഇന്ത്യയാണ്. അന്ത്യശ്വാസം വലിച്ചു തുടങ്ങിയ ഇന്ത്യയാണ്. അഥവാ ഇന്ത്യയുടെ നട്ടെല്ല് ഫെഡറൽ സംവിധാനമാണ്. ഈ ഫെഡറലിസം അതിന്റെ ഏറ്റവും ഭീകരമായ വെല്ലുവിളി നേരിടുന്ന സമയം അവിടെയാണ് ഗവർണർ, കേരളത്തിന്റെ ഗവർണർ അവിടെയാണ് കളിക്കുന്നത്. പ്രിയപ്പെട്ട എന്റെ ശബ്ദം കേൾക്കുന്ന ഈ നാടിനകത്തെ പഴയ ആളുകൾക്ക് കൃത്യമായി അറിയാം, കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് രൂപീകരിക്കപ്പെട്ടത് 1957 ഏപ്രിൽ മാസം 5-നാണ്. 1957 ഏപ്രിൽ 5-ന് സഖാവ് EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഒരൊറ്റ ലക്ഷ്യമുള്ളവരാണ്, അവർക്ക് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ ഭരിക്കാൻ പാടില്ല. സാക്ഷാൽ പണ്ഡിറ്റ് ഗവർണർ കേരളത്തിലെ സ്വതന്ത്ര MLA-മാരെ, അതിൽ ജോസഫ് മുണ്ടശ്ശേരിയുണ്ട്, അതിൽ VR കൃഷ്ണയ്യരുണ്ട്. ജോസഫ് മുണ്ടശ്ശേരിയെ പോലെയുള്ള, VR കൃഷ്ണയ്യരെ പോലെയുള്ള ഏറ്റവും പ്രതിഭാശാലികളായ മനുഷ്യരെ അന്നത്തെ ഗവർണറായ റാവു അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് ഒറ്റക്കൊറ്റക്ക് ക്ഷണിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ, പാർലമെന്ററി ചരിത്രത്തിൽ ഏതെങ്കിലും സ്വതന്ത്ര MLA-മാരെ ഒറ്റക്കൊറ്റക്ക് ക്യാബിനിലേക്ക് ക്ഷണിക്കുന്ന രീതി ഇന്ത്യൻ പാർലമെന്ററി സംവിധാനത്തിൽ മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല. ഒറ്റക്കൊറ്റക്ക് ക്ഷണിക്കുന്നത് എന്തിനാണ്? ഇന്നത്തെ അമിത്ഷാ നടത്തുന്ന തന്ത്രമുണ്ടല്ലോ, പണം കൊടുക്കുക, ആനുകൂല്യങ്ങൾ കൊടുക്കുക, മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്യുക, അങ്ങനെ പലതരം സ്ഥാനങ്ങൾ VR കൃഷ്ണയ്യരെ പോലെ, മുണ്ടശ്ശേരി മാഷെ പോലെയുള്ള ആളുകൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടു. സ്വതന്ത്രരായ 5 പേരുണ്ടായിരുന്നു, അവർക്ക് പലതും വാഗ്ദാനം ചെയ്തു. എന്നാൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര MLA-മാരായതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കും. അങ്ങനെയാണ് 57-ൽ നമ്മുടെ ഗവൺമെന്റ് ഉണ്ടായത്. പിറവി കൊള്ളുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ശ്രമം ഈ കേരളത്തിലുണ്ടായിട്ടുണ്ട്. 59 ജൂലൈ മാസം 30, 31 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് പിരിച്ചുവിടപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് പിരിച്ചുവിടാനുള്ള കാരണം ഈ കേരളത്തിൽ നടന്ന ഒരു അട്ടിമറി സമരമാണ്. പലരും അതിനെ വിമോചന സമരം എന്ന് വിശേഷിപ്പിക്കും. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള ഏറ്റവും ഭീകരമായ വൃത്തികെട്ട നീക്കങ്ങളിൽ ഒന്നായിരുന്നു 59-ലെ വിമോചന സമരം. ആ വിമോചന സമരം എന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടത്? വിമോചന സമരം പ്രഖ്യാപിക്കപ്പെട്ടത് 1959 ജൂലൈ മാസം 11-നാണ്. 59 ജൂലൈ മാസം 12-നാണ് 11-ന് കേരള നിയമസഭയിൽ ഒരു ബില്ല് പാസാക്കപ്പെട്ടിട്ടുണ്ട്. കേരള നിയമസഭ ഒരു ബില്ല് പാസാക്കി. ഈ വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, നിങ്ങളുടെ വയനാട് ഏറ്റവും വലിയ ചൂഷണങ്ങൾ, ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾ വലിയ രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ട ഒരു നാടല്ലേ? വലിയ രീതിയിൽ അടിമക്കച്ചവടം നടന്ന ഒരു നാടല്ലേ? പല രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ നാടിന്റെ ചരിത്രത്തിലില്ലേ? എങ്ങനെയാണ് ഇതെല്ലാം മാറിയത്? ജന്മിത്തമ്പുരാക്കന്മാർ ആരടാ എന്ന് ചോദിക്കുമ്പോൾ ഞാനെന്ന് പറയാനാവാതെ വളഞ്ഞ ശിരസും കുനിഞ്ഞ നട്ടല്ലുമായി മനുഷ്യർ ഇവിടെ നിൽക്കേണ്ടി വന്നിട്ടില്ലേ? എങ്ങനെയാ മാറിയത്? ആ മാറ്റത്തിന് കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയ സഖാവ് കുട്ടിപ്പയുടെ പ്രസ്ഥാനമാണ്. 1957 ഏപ്രിൽ മാസം 5-ാം തീയതി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സഖാവ് EMS-ന്റെ ഗവൺമെന്റ് ഏപ്രിൽ മാസം 11 അധികാരത്തിൽ വന്നത് 5-ാം തീയതി. 11-ാം തീയതി കേരള നിയമസഭ ഒരു ഓർഡിനൻസ് പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിലാണ് 57-ൽ തെരഞ്ഞെടുപ്പുണ്ടായത്. അതിൽ 14-ൽ 13-ഉം കോൺഗ്രസ് ആണ് ഭരിച്ചത്. കോൺഗ്രസ് ഭരിച്ച 13 സംസ്ഥാനങ്ങളിൽ ആദ്യത്തെ നിയമം ഏത് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും കോൺഗ്രസുകാരന്, മുസ്ലിം ലീഗുകാരന് പറയാൻ കഴിയുമോ? എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയും. കേരള നിയമസഭയുടെ ആദ്യത്തെ ഓർഡിനൻസ്, അത് പ്രിയപ്പെട്ടവരെ കുടിയിറപ്പ് നിരോധന ഓർഡിനൻസ് ആണ്. ജന്മിത്തമ്പുരാക്കന്മാർ ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ ഈ മണ്ണിൽ അധ്വാനിച്ച മനുഷ്യർക്ക് മണ്ണിൽ അവകാശമില്ലാത്ത കാലത്ത് കുടിയിറപ്പ് നിരോധന നിയമം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പിലാക്കി, EMS നടപ്പിലാക്കി. ആ EMS-ന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന്റെ 3-ാമത്തെ മാസം 59 ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തിൽ കേരളത്തിൽ ഒരു നിയമമുണ്ടായി. ആ നിയമമാണ് പൊതുവിദ്യാഭ്യാസ നിയമം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ നിയമം നടപ്പിലാക്കപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞ് 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ പാർലമെന്റ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അപ് ടു ദി ഏജ് ഓഫ് 14, 14 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് സൗജന്യ സാർവത്രിക വിദ്യാഭ്യാസം ഇന്ത്യൻ പാർലമെന്റ് നടപ്പിലാക്കിയത്. 2002 കേരളമോ 1957 ഗവൺമെന്റ് വന്നതിന്റെ 3-ാമത്തെ മാസം ജൂലൈ മാസം 13 കേരള നിയമസഭ പൊതുവിദ്യാഭ്യാസ ബില്ല് പാസാക്കി. ആ കേരള നിയമസഭ സഖാവ് EMS-ന്റെ ഗവൺമെന്റ് 1959-ൽ തന്നെ
കാർഷിക ബന്ധ നിയമം, ഇന്നത്തെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ പഴയ പേര് കാർഷിക ബന്ധ നിയമം. ആ നിയമം ഭൂരിപക്ഷത്തോടെ നിയമസഭ പാസാക്കിയതിന്റെ പിറ്റേ ദിവസമാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ വിമോചന സമരം പ്രഖ്യാപിക്കപ്പെട്ടത്. ആ വിമോചന സമരത്തെ തുടർന്നാണ് കേരളത്തിലെ ഗവൺമെന്റിനെതിരെ വ്യാപകമായ അക്രമ സമരങ്ങൾ നടക്കുകയും ആ അക്രമ സമരങ്ങളെ തുടർന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ 356 വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത്. കേരളത്തിലെ ഗവൺമെന്റ് പിരിച്ചുവിടപ്പെടുന്നു 356 വകുപ്പ്. ഇന്ത്യയിൽ BJPക്ക് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുറപ്പുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. BJPക്ക് പണം കൊടുത്തു വാങ്ങാൻ കഴിയില്ല എന്നുറപ്പുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിൽ അവരെങ്ങനെയാണ് അധികാരം പിടിക്കുക? അവരുടെ ഹൈദരാബാദിലെ സമ്മേളനത്തിൽ അവർ പറഞ്ഞു കേരളം പിടിക്കണം. എങ്ങനെ പിടിക്കും കേരളം? അവിടെയാണ് പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന ഇവിടുത്തെ നിഷ്കളങ്കരായ സത്യസന്ധരായ സാധാരണ മനുഷ്യർ ചിന്തിക്ക്, ഇവിടുത്തെ കോൺഗ്രസ്, മുസ്ലിം ലീഗ് അനുഭാവികൾ, രാഷ്ട്രീയ പ്രവർത്തകർ ചിന്തിക്ക്. കേരളത്തിൽ BJP അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെ? അതൊരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടല്ല. അവർക്ക് ജയിക്കാൻ കഴിയില്ല. 140-ൽ 71 MLA-മാർ ഒരു പാർട്ടിക്കോ മുന്നണിക്കോ വേണം കേരളം ഭരിക്കണമെങ്കിൽ. അതവർക്ക് കിട്ടില്ല. കേരളത്തിലെ MLA-മാരെ പണം കൊടുത്തു വാങ്ങാൻ കഴിയണം. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് നടക്കില്ല. EDA ഉപയോഗിച്ച് ഭയപ്പെടുത്താൻ കഴിയണം. കേരളത്തിന്റെ സാഹചര്യത്തിൽ അതും നടക്കില്ല. പിന്നെ എങ്ങനെ പിടിക്കും? അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. അതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വഴി. അതാണ് ഗവർണർ എന്ന വഴി. അതാണ് ഭരണഘടനയുടെ 356 എന്ന വഴി. ഇന്ത്യൻ ഭരണഘടനയിൽ 356 എന്നൊരു വകുപ്പുണ്ട്. ആ വകുപ്പിന്റെ പ്രത്യേകത സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. അഥവാ സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാരിന് വേണ്ടി രാഷ്ട്രപതിക്ക് പിരിച്ചുവിടാൻ കഴിയും. രാഷ്ട്രപതിക്ക് സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടണമെങ്കിൽ ഒന്നെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടണം. അത് കേരളത്തിൽ സംഭവിക്കില്ല. നമുക്ക് 99 MLA-മാരുടെ പിന്തുണയുണ്ട്. ആരൊക്കെ പിൻവലിച്ചാലും കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം അട്ടിമറിക്കപ്പെടില്ല. പിന്നെങ്ങനെ? ആ വഴിയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ഇവിടുത്തെ കോൺഗ്രസുകാർ, BJPക്കാർ, പോപ്പുലർ ഫ്രണ്ടുകാർ എല്ലാ കൂട്ടരും ഒരുമിച്ച് ശ്രമിക്കുന്നത്. ആ അജണ്ടയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേത് വഴി? ആ വഴിയാണ് കേരളത്തിന്റെ ക്രമസമാധാനം തകരണം. ഒരു സംസ്ഥാനത്തെ ഗവൺമെന്റിനെ കേന്ദ്ര സർക്കാരിന് വേണ്ടി രാഷ്ട്രപതിക്ക് പിരിച്ചുവിടാൻ ഭരണഘടനയിൽ വകുപ്പുണ്ട്. ആ വകുപ്പ് ഭരണഘടനാപരമാണ്, ഭരണഘടന അലങ്കരമല്ല. ആ വകുപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ 356 356 സ്റ്റേറ്റ് എമർജൻസി അഥവാ സംസ്ഥാന അടിയന്തരാവസ്ഥ. സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഒന്നെങ്കിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഗവൺമെന്റ് അധികാരത്തിൽ പിടിച്ചു തൂങ്ങണം. അങ്ങനെയൊന്നും കേരളത്തിലില്ല. പിന്നെന്താ വഴി? ആ വഴി കേരളത്തിന്റെ ക്രമസമാധാനം തകരണം. അഥവാ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെ ഇന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പലതരം പ്രചരണങ്ങൾ, എല്ലാ കാര്യവും ഒരു പ്രശ്നമില്ല എന്നൊന്നും ഞങ്ങളാരും പറയുന്നില്ല. എന്നാൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അക്രമങ്ങൾ, വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പോലീസിനെതിരെ കേരളത്തിൽ ഈ അടുത്ത് നടന്ന സമരങ്ങളിൽ നമ്മൾ കോൺഗ്രസുകാർ ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഉരുളി പോലീസിന്റെ നേരെ വലിച്ചെറിയാം. പോലീസ് പെർഫെക്റ്റ് ആണ് എന്നൊന്നുമല്ല ഈ പറഞ്ഞതിനർത്ഥം. സമരങ്ങളാവുമ്പോ പണ്ട് ഞങ്ങളും നെല്ലൊക്കെ എടുത്തെറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉരുളി എറിഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ഒരു പ്രശ്നമില്ലാത്ത ഇങ്ങോട്ട് അടി കിട്ടുമ്പോഴാണ് നമ്മൾ പ്രതിരോധിച്ചു. ഒരാവശ്യമല്ലാതെ ഉരുളി വലിച്ചെറിഞ്ഞത് എന്തിന്? ആലോചിക്കുക. അവിടെയാണ് 59 മോഡൽ വണ്ടി വീണ്ടും എണ്ണയിട്ട് മെരുക്കിയെടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 59-ൽ പയറ്റിയ കേരളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടാൻ, സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടാൻ കാരണമായ ആഭ്യന്തര പ്രശ്നങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ടും RSSും ആലപ്പുഴയിലും പാലക്കാടും നടത്തിയത്. പോപ്പുലർ ഫ്രണ്ടും RSSും തെറ്റിദ്ധരിക്കരുത്. ഇപ്പോ ചില പോപ്പുലർ ഫ്രണ്ടുകാർ ഇറങ്ങിയിട്ടുണ്ട്. അവർ പ്രചരിപ്പിക്കുന്നത് അവർ RSSനെ പ്രതിരോധിക്കുന്നവരാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, അല്ല. RSSനെ പ്രതിരോധിക്കുന്നവർ RSSുമായി ആശയപരമായ വിയോജിപ്പുണ്ടാവണം. RSSുമായി ഇടതുപക്ഷത്തിനെതിരായ പല വേദികളിലും ഒരുമിച്ചിരിക്കുന്നവരാണ് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടും RSSും. ഈ പോപ്പുലർ ഫ്രണ്ടിനെ RSS സഹായിക്കുന്നു, RSSനെ പോപ്പുലർ ഫ്രണ്ട് സഹായിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് നിമിഷ നേരം കൊണ്ട് അവരിൽപ്പെട്ടവരെ കൊല്ലാൻ അവർക്ക് വഴിയൊരുക്കപ്പെടുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് കൊല്ലാനുള്ള മാപ്പ് തയ്യാറാക്കി കൊടുത്തത് അവർ പരസ്പരം കൂടിയിരുന്ന് ആലോചിച്ചതിന്റെ ഭാഗമായിട്ടാണ്. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിലെ ഇസ്ലാമിക വർഗീയവാദം RSSന് ബദലല്ല. RSS ഇരുട്ടത്ത് നിൽക്കുമ്പോ RSSന് വെളിച്ചത്തേക്ക് പോകാൻ
ടോർച്ചടിച്ചു കൊടുക്കുന്നവന്റെ പേരാണ് പോപ്പുലർ ഫ്രണ്ട്. RSSും പോപ്പുലർ ഫ്രണ്ടും ഇരു നാണയത്തിന്റെ ഇരുവശങ്ങളല്ല, ഒരേ നാണയത്തിന്റെ ഒരേ വശങ്ങളാണ്. അവർ ഒരുപോലെ പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് ഈ രാജ്യത്ത് ഫാസിസത്തെ തടയാനാവില്ല, ഇസ്ലാമിക വർഗീയത കൊണ്ടാവില്ല, ന്യൂനപക്ഷ വർഗീയത കൊണ്ടാവില്ല, മുസ്ലിം ലീഗിനെ കൊണ്ട് ഒട്ടുമേ ആവില്ല. അത് ചരിത്രത്തിലേറെ തെളിവുകളുണ്ട്. മുസ്ലിം ലീഗ് എന്നത് ഭരണം ലഭിക്കുമ്പോൾ ഒരു സാമ്പത്തിക പാർട്ടിയും ഭരണം നഷ്ടപ്പെടുമ്പോ ഒരു വർഗീയ പാർട്ടിയുമാണ്. മുസ്ലിം ലീഗിന് ഒരൊറ്റ സ്വഭാവമേ ഉള്ളൂ, അത് അടിസ്ഥാനപരമായി അതൊരു ബിസിനസ് ഗ്രൂപ്പാണ്. മുസ്ലിം ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നതിനപ്പുറം അതൊരു വ്യാപാര സംഘമാണ്, അതൊരു കച്ചവട സംഘമാണ്. ഒരു കച്ചവട സംഘത്തിന് നിലനിൽക്കണമെങ്കിൽ കച്ചവടത്തിന് ആവശ്യമായ മതനിരപേക്ഷത വേണ്ടിവരും. കച്ചവടക്കാരന്റെ ഒരു മതനിരപേക്ഷത മുസ്ലിം ലീഗിൽ പലപ്പോഴും നമ്മൾ കാണും. അത് കണ്ടിട്ടാണ് ചില ആളുകളൊക്കെ പറയുന്നത് മുസ്ലിം ലീഗ് അത്ര പ്രശ്നമല്ല. മുസ്ലിം ലീഗ് കച്ചവട പാർട്ടിയാണ്. അവർക്ക് നിലനിൽക്കാൻ, അവരുടെ ബിസിനസിന് മുന്നോട്ട് പോകാൻ അവർക്ക് സെക്യുലറിസത്തിന്റെ മുഖം മൂടി വേണം. ലീഗിന് അധികാരം നഷ്ടപ്പെടുമ്പോ ലീഗ് അവരുടെ കൃത്യമായ വർഗീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത്. അവർ വഖഫിന്റെ പേരിൽ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച വിവാദങ്ങൾ നമ്മൾ കണ്ടതല്ലേ. കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ ഇന്നവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിങ്ങൾക്കെതിരാണ്, ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസങ്ങൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ആ ശ്രമങ്ങളെയെല്ലാം ഈ നാട് തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ വേട്ടയാടപ്പെട്ടപ്പോ അതിനെതിരെ ഉയർന്നു നിന്ന പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞാൻ ചരിത്രത്തിലേക്ക് വിശദമായി പോകുന്നില്ല. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് സഖാവ് പിണറായി, കേരളത്തിന്റെ മുഖ്യമന്ത്രി, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം വ്യക്തമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ആ നിരീക്ഷണം എങ്ങനെയാണ്? കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് നിലനിൽക്കണമെങ്കിൽ മുസ്ലിം ലീഗ് വേണ്ട. മുസ്ലിം സമുദായത്തിന് നിലനിൽക്കണമെങ്കിൽ മുസ്ലിം ലീഗ് വേണ്ട. എന്നാൽ മുസ്ലിം ലീഗിന് നിലനിൽക്കണമെങ്കിൽ മുസ്ലിം സമുദായം വേണം. മുസ്ലിം സമുദായത്തിന്റെ പാർട്ടിയല്ല മുസ്ലിം ലീഗ്. മുസ്ലിം സമുദായത്തെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയമായി, സാമ്പത്തികമായി വളരാൻ ശ്രമിക്കുന്ന ക്രിമിനൽ സംഘമാണ് മുസ്ലിം ലീഗ്. അവർക്ക് ഈ നാടിന്റെ പോരാട്ട ചരിത്രത്തിൽ എവിടെയും പങ്കില്ല. വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ, മമ്പുറം തങ്ങൾമാർ 1906 മുസ്ലിം ലീഗുണ്ട്. 1921 മലബാർ സമരം. 21 മലബാർ സമരം നടക്കുന്ന സമയത്ത് ലീഗ് ഈ മലപ്പുറം ജില്ലയിലോ വയനാട്ടിലോ കോഴിക്കോടോ പൂർണ്ണമായും ഇല്ലായിരുന്നു എന്ന് സമർത്ഥിക്കാനാവില്ല. അന്നത്തെ മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാരുണ്ട്. മലബാർ സമരത്തിൽ പങ്കെടുത്ത വാര്യൻകുന്നൻ, ആലി മുസ്ലിയാർ, മമ്പുറം തങ്ങന്മാർ, ആ കാലഘട്ടത്തിലെ മുസ്ലിം നേതാക്കന്മാർ, അവരാരും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തോട് അവരാരും വിവരമില്ലാത്തവരല്ലോ. അവർക്ക് അന്നത്തെ ദി ഹിന്ദു പത്രത്തിൽ ലേഖനം എഴുതിയ, മറുപടി കുറിപ്പ് എഴുതിയ ആളാണ് സാക്ഷാൽ വാര്യൻകുന്നൻ. വാര്യൻകുന്നൻ വിവരമില്ലാത്ത ആളല്ല. ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ്. മൂപ്പര് മറ്റേ കർമ്മൂസത്തണ്ട്, ഞങ്ങളുടെ നാട്ടിൽ കർമ്മത്തി നോക്കും, കർമ്മൂസത്തണ്ടേറ്റ് പോയി എന്നൊക്കെ ഇവിടുത്തെ ലീഗിന് പ്രസംഗിക്കാം. അങ്ങനെ ഒരാളല്ല. കൃത്യമായി ഇംഗ്ലീഷിൽ മറുപടി എഴുതിയ ലോക വിവരം ഉണ്ടായിരുന്ന ആളാ. ആ ആൾക്ക് 906 മുസ്ലിം ലീഗിനെ കുറിച്ച് വിവരമല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 906 ലീഗിനെ കുറിച്ച് 21 വിവരമുണ്ടാവുമല്ലോ. എന്തുകൊണ്ട് ലീഗിലേക്ക് പോയില്ല? ലീഗിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ സംഘടിപ്പിച്ചില്ല? അവർ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിന്റെ കൂടെ നിന്നവരല്ല. എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം ലീഗുകാർ, ഇടതുപക്ഷത്തെ വലിയ രീതിയിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ചിലരൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ട്. എല്ലാവരും അല്ല. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ യൂസുഫൊക്കെ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളായ പല മുസ്ലിം ലീഗുകാരും ഇപ്പോ, പണ്ട് ഞങ്ങളൊക്കെ എതിർത്തിരുന്ന ആളുകൾ ഇപ്പൊ നമ്മളെ കൂടെ ഉണ്ട്. ചില ആളുകൾ ഇപ്പോഴും അപ്പുറത്താണ്. പക്ഷെ ഒരുമിച്ച് ചായ കുടിച്ച് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനിൽ ഇങ്ങനെ ഇരിക്കുമ്പോ, ചായ കുടിക്കുമ്പോ അവര് പറയുന്ന ചില വർത്താനുണ്ട്. അതിലൊന്ന്, സംഗതിയൊക്കെ ശരിയാണ്, തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കൊന്നുമില്ല, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ വേണട്ടോ, നിങ്ങളെ ചോന്ന കൊടി വേണട്ടോ, നിങ്ങളെ പിണറായി വേണട്ടോ. ഇത് പറയുന്നവരല്ലേ ലീഗുകാർ. സാധാരണ മുസ്ലിം ലീഗുകാരോട് വെറുതെ ഒരു നാട്ടുവർത്താനം പറഞ്ഞു നോക്ക്. ലീഗിൽ നിഷ്കളങ്കരായ മനുഷ്യരുണ്ട്. ആ നിഷ്കളങ്കരായ മനുഷ്യരെ എല്ലാ കാലത്തും മുസ്ലിം ലീഗിന്റെ ഈ പ്രമാണി വർഗത്തിന് അടിമകളാക്കി വെക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവല്ലേ കുട്ടിപ്പയുടെ ഈ നാട്. എത്രയെത്ര മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നു. ആരെയും വാഗ്ദാനങ്ങൾ കൊടുത്തു കൊണ്ടുവന്നതല്ലോ, ആരെയും ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തിയതല്ലോ. ഈ ചുവപ്പിന്റെ കൂടെ നിന്നാൽ ഹറാമാണ്, സ്വർഗം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും അവർ കൂടെ നിന്നത് ഈ ചുവപ്പ് ഭൂമിയിലെ മനുഷ്യന്റെ പട്ടിണി മാറാൻ, ഇവിടുത്തെ സാധാരണക്കാരനെ ഒരുമിക്കാൻ, ഇവിടുത്തെ RSS അജണ്ടകളെ ചെറുക്കാൻ ചുവപ്പല്ലാതെ മറ്റെന്തുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കൂടെ വന്നവരാ. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത്. ഇടതുപക്ഷത്തെ തകർക്കാൻ നുണപ്രചരണം നടത്തുന്ന ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇപ്പോഴത്തെ ചില നേതാക്കന്മാർ ജയിലിലേക്ക് വണ്ടി കയറാൻ തയ്യാറായി നിൽക്കുക. വഖഫ് ഞാൻ വിശദീകരിക്കുന്നില്ല. വഖഫിലൊക്കെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ ബേജാറ് പൈസ പോകുന്നും കൂടിയാണ്.
തെളിവ് എന്റെ കയ്യിലില്ല. എന്നാൽ കൃത്യമായ ഒരു നിരീക്ഷണം ഞാനിവിടെ പറയാം. മുസ്ലിം ലീഗ് നമ്മുടെ നാട്ടിൽ നടത്തുന്ന പല ഈ വെൽഫെയർ പ്രവർത്തനങ്ങളും, സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞ് ഫണ്ട് കൊടുക്കുന്ന പല പ്രവർത്തനങ്ങളും പലരും വിചാരിക്കുന്നത്, ഇത്രയും കാലം പ്രഖ്യാപിക്കപ്പെട്ടത് അവരുടെ ഈ KMCC കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ KMCC ഫണ്ടാണ്. ഞാൻ പറയുന്നു അത് വെറും KMCC ഫണ്ട് ആവില്ല. അവിടെയാണ് നമ്മൾ കേരളത്തിൽ മുസ്ലിം ലീഗ് അവരുടെ ഒരു ക്രിമിനൽ ധനസമാഹരണ തന്ത്രം ഇവിടെയുണ്ട്. അതാണ് സഖാവ് KT ജലീലും ഇടതുപക്ഷ പാർട്ടിയും ഇപ്പോഴത്തെ മന്ത്രിയായ അബ്ദുറഹ്മാൻ സഖാവും ഒക്കെ കടക്കൽ കത്തിവെച്ചത്. അതാണ് വഖഫ്. മുസ്ലിം ലീഗിന്റെ ക്രിമിനൽ സാമ്പത്തിക സംഘമായിട്ട് അവർ പ്രവർത്തിച്ചു. എങ്ങനെ? വഖഫ്, നിങ്ങളുടെ ഈ അങ്ങാടിയിൽ ഈ കടക്ക് ഒരു ദിവസം 100 രൂപ വാടകയുണ്ട് എന്ന് വിചാരിക്കുക. 100 രൂപ കിട്ടുന്നതിന് പകരം 20 റുപ്യക്ക് അത് വാടക കൊടുത്താൽ ആർക്കാ നഷ്ടം? അതിന്റെ ഉടമക്ക് നഷ്ടം. മുസ്ലിം സമുദായത്തിന്റേതാണ് വഖഫ് കെട്ടിടങ്ങൾ. ആ വഖഫ് കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കേണ്ടത് അതിന്റെ ഏറ്റവും പുതിയ വാടക കരാർ അനുസരിച്ചാണ്. എന്നാൽ 1980കളിലും 1990കളിലും ഒക്കെ തയ്യാറാക്കിയ വാടക കരാർ ഒരിക്കൽ പോലും പുതുക്കാതെ കോഴിക്കോട് അങ്ങാടിയിൽ ഉൾപ്പെടെ വലിയ നഗരങ്ങളിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗുകാരൻ അവരുടെ ചില പ്രമാണികൾക്ക് ചെറിയ വിലക്ക് വാടക കൊടുത്തിട്ടുണ്ട്. ആ വാടക കരാർ പുതുക്കി പുതിയ അവസ്ഥയിലേക്ക് മാറ്റിയാൽ ആർക്കാണ് ലാഭം? മുസ്ലിം സമുദായത്തിന്റെ വരുമാനമല്ലേ, അവരുടെ വഖഫിന്റെ പണമല്ലേ? അത് തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുമ്പോ ആ ഇടതുപക്ഷ ഗവൺമെന്റ് മുസ്ലിം വിരുദ്ധമാണെന്ന് പ്രചരണം നടത്തുന്നു. ഇത് ഇന്ന് മുസ്ലിം ലീഗുകാർ ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിയുന്നുണ്ട്. ഇവിടെയാണ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ നാടിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തന്ത്രം കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കലാണ്. കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടായാൽ അതിന്റെ ലാഭം മുസ്ലിം ലീഗിനും അതിന്റെ ലാഭം RSSനാണ്. ആ RSSന്റെ ലാഭം അവർക്കുണ്ടാക്കി കൊടുക്കാൻ RSSനെ സഹായിക്കുകയാണ് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും. അവരുടെ തലച്ചോറുകളാണ് പല മുസ്ലിം ലീഗ് നേതാക്കന്മാരെയും ഇന്ന് നിയന്ത്രിക്കുന്നത്. അവിടെയാണ് ഈ നാട് സൂക്ഷ്മതയോടെ കാണേണ്ടത്. കേരളത്തിൽ ഒരു കാരണവശാലും മതസാമുദായിക സംഘർഷങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മതസാമുദായിക സംഘർഷങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ RSSന് അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കുള്ള അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെടും. അത് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് അവർ ആലപ്പുഴയിലും പാലക്കാടും നടത്തുന്നത്. അതിന്റെ തുടർച്ചകൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ RSSും പോപ്പുലർ ഫ്രണ്ടും ഒരുപോലെ ശ്രമിക്കുന്നുണ്ട്. അവരെ ചെറുത്തു തോൽപ്പിക്കണം. അവരെ ചെറുത്തു തോൽപ്പിക്കുന്നതിനോടൊപ്പം ഇന്ത്യ എന്ന നമ്മുടെ മതനിരപേക്ഷ രാജ്യത്തെ ഇല്ലാതാക്കാൻ 2025 ഇന്ത്യയെ മതരാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള RSS ശ്രമങ്ങളെയും നമ്മൾ ചെറുത്തു തോൽപ്പിക്കണം. രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷത സംരക്ഷിക്കണം. രാജ്യത്തിന്റെ ഫെഡറൽ ഭരണഘടനയും ഫെഡറൽ മൂല്യങ്ങളും സംരക്ഷിക്കാൻ പോരാട്ടങ്ങൾ ഉയർന്നു വരണം. അവിടെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി. ഫെഡറലിസം സംരക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സംസ്ഥാന സർക്കാർ സംരക്ഷിക്കപ്പെടുക എന്നാണ്. കേരളത്തിന്റെ സംസ്ഥാന ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന നോക്കൂ നിങ്ങൾ. ഏറ്റവും അവസാനം ഷിബു സോറൻ ജാർഖണ്ഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് BJPയുടെ കൂടെ നിന്ന BJPക്കാരല്ലാത്ത സകല രാഷ്ട്രീയ പാർട്ടിയുടെയും മുഖ്യമന്ത്രിമാർ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നെങ്കിൽ ED, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേര്, അതല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരെ പാലം വലിപ്പിച്ച് മുഖ്യമന്ത്രിമാരെ ഇല്ലാതാക്കുക. ഇന്ത്യ മുഴുവൻ നടക്കുകയാണ്. അത് കഴിയാത്ത ഒരു സ്ഥലമാണ് കേരളം. EDയെ വിട്ട് കേരളത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ഉണ്ടായി. ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും. ഇതിന് വീണു പോകരുത് കേരളത്തിലെ ജനങ്ങൾ. കേരളം സംരക്ഷിക്കപ്പെടേണ്ടത് ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇന്ത്യൻ ജനാധിപത്യം അട്ടിമറിക്കപ്പെടും. കേരളം അട്ടിമറിക്കപ്പെട്ടാൽ കേരളത്തിലെ ഗവൺമെന്റിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം കേരളത്തെ ഇല്ലാതാക്കാനല്ല, CPIMന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കാനല്ല, LDF സർക്കാരിനെ ഇല്ലാതാക്കാനല്ല, പിണറായി വിജയനെ മാത്രം ആക്രമിക്കാനല്ല. പിണറായി വിജയനെ ആക്രമിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിനെ ആക്രമിക്കുന്നത്. ഇടതുപക്ഷ സർക്കാർ ആക്രമിക്കപ്പെട്ട് കേരളത്തിൽ ഇല്ലാതാക്കപ്പെട്ടാൽ കേരളം അട്ടിമറിക്കപ്പെടും. നോക്കൂ നിങ്ങൾ, RSSന്റെ പുസ്തകം വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യയെക്കുറിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ വാക്ക് ഞാൻ നേരത്തെ ആവർത്തിച്ചതാണ്. ഇന്ത്യ ഈസ് ഭാരത് ഷാൾ ബി ദ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. RSSന്റെ വിചാരധാര കൃത്യമായി എഴുതി വെക്കുന്നു. ഭാരത് ഈസ് ഹിന്ദുസ്ഥാൻ ഷാൾ ബി ദ യൂണിറ്ററി സ്റ്റേറ്റ്. എന്താണ് RSSന്റെ വാദം? യൂണിയൻ ഓഫ് സ്റ്റേറ്റ് അല്ല, യൂണിറ്ററി സ്റ്റേറ്റ് ആണ്. എന്താ യൂണിറ്ററി സ്റ്റേറ്റ്? യൂണിറ്ററി എന്നാൽ ഏകഘടക രാഷ്ട്രം. എന്താണ് ഏകഘടകം? ഒരു കേന്ദ്ര സർക്കാർ മാത്രം ഭരിക്കുന്ന, ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ മാത്രമുള്ള രാജ്യമായി ഇന്ത്യയെ മാറ്റണം. ഇന്ത്യ മുഴുവൻ RSS ആഗ്രഹിക്കും വിധം അവരുടെ
അഖണ്ഡ ഭാരതം സൃഷ്ടിക്കണം. അവരുടെ അഖണ്ഡ ഭാരതം സൃഷ്ടിക്കണമെങ്കിൽ സംസ്ഥാനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, എന്തുകൊണ്ട് സംസ്ഥാനങ്ങൾ ഉണ്ടായി? രണ്ട് കാരണം. ഒന്ന്, രാജ്യത്തിന്റെ വലുപ്പം. രണ്ട്, വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ അജണ്ട. അത് നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക സാമൂഹിക വൈവിധ്യം, ഡൈവേഴ്സിറ്റി. ഇതാണ് ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ ഉണ്ടാവാൻ കാരണം. ഇതുണ്ടാവരുത്. അഥവാ രാജ്യത്തിന്റെ ബഹുസ്വരത അട്ടിമറിക്കണം. രാജ്യത്തിന്റെ ബഹുസ്വരത അട്ടിമറിക്കപ്പെട്ടാൽ പിന്നെ ഇന്ത്യ ഉണ്ടാവില്ല. അങ്ങനെ ഇന്ത്യ ഇല്ലാതായാൽ പിന്നെ ഇതുപോലത്തെ പൊതുയോഗങ്ങൾക്ക് എന്ത് പ്രസക്തി? ഇന്ത്യ ഇല്ലാതായാൽ പിന്നെ ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് എന്ത് പ്രസക്തി? അപ്പൊ ചിലർ ചോദിക്കും, അപ്പോഴും സംസ്ഥാനങ്ങൾ ഉണ്ടാവുക, അങ്ങനെ പൂർണ്ണമായും പോകുമോ? നോക്കൂ നിങ്ങൾ തമിഴ്നാട്ടിലേക്ക്. തമിഴ്നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പുതിയ സ്റ്റേറ്റ് വേണമെന്ന് വാദിക്കുന്ന ഒരു സംഘടനയും അവിടെയില്ല. എന്നാൽ തമിഴ്നാടിനകത്തെ കോയമ്പത്തൂർ കേന്ദ്രമായി കൊങ്കുനാട് എന്ന പേരിൽ ഒരു പുതിയ പ്രദേശം സൃഷ്ടിക്കണം. അവിടെ വാദമുണ്ട്. ഇന്ത്യയിലെ സകല സംസ്ഥാനങ്ങളെയും ദുർബലപ്പെടുത്താനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറിച്ച് കൃത്യമായി ഭരണഘടനയിൽ പറയുന്ന നമ്മുടെ ഇലക്ട്രിസിറ്റി സംസ്ഥാനത്തിന്റെ അധികാരമാണ്. കാർഷിക മേഖല സംസ്ഥാനത്തിന്റെ ലിസ്റ്റിൽപ്പെടുന്നത്. എന്നിട്ടും ഇലക്ട്രിസിറ്റിയുടെ ഉൽപാദനം സംസ്ഥാന സർക്കാർ. നോക്കൂ നിങ്ങൾ, കേരളത്തിൽ പിണറായിയുടെ ഗവൺമെന്റ് വന്നതിനു ശേഷം വൈദ്യുതി ബില്ല് കൂടിയിട്ടില്ല. എന്നാൽ ഇനി കൂടും. നിങ്ങൾ എല്ലാവരും പോയിട്ട് ഇപ്പൊ ഇലക്ട്രിക് കാറുകൾ വാങ്ങുന്നുണ്ടല്ലോ. കുറച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് കാർ വാങ്ങുന്ന ആളുകളുടെ ആഫീസ് കൂട്ടാൻ സാധ്യതയുണ്ട്. കാരണം പെട്രോളിന്റെ വില കൂടുന്നതാണല്ലോ ഈ ഇലക്ട്രിക് കാറിലേക്ക് തിരിയാനുള്ള കാരണം. ഇലക്ട്രിസിറ്റിയുടെ ഉൽപാദന അധികാരം സംസ്ഥാനങ്ങൾക്കും വിതരണ അധികാരം പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്കും കൊടുക്കാനുള്ള ബില്ല് പാർലമെന്റിൽ വന്നു കഴിഞ്ഞു. എതിർത്തത് ഇടതുപക്ഷം മാത്രമാണ്. നോക്കൂ നിങ്ങൾ, ഇന്ത്യ മാറുകയാണ്. ഇന്ത്യൻ ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് നൽകിയ അധികാരങ്ങൾ പോലും ഇന്ത്യൻ പാർലമെന്റിൽ സംരക്ഷിക്കപ്പെടുന്നില്ല. നമ്മുടെ ജനാധിപത്യം വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെടുന്നു. രാജ്യത്തെ പല പ്രദേശങ്ങളും RSS ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് മാറിക്കഴിഞ്ഞു. രാജ്യത്തിന്റെ ചരിത്രത്തെ, രാജ്യത്തിന്റെ ശാസ്ത്രബോധത്തെ, രാജ്യത്തിന്റെ മതനിരപേക്ഷ ജീവിത പാരമ്പര്യങ്ങളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിച്ച് ഈ രാജ്യം ഭരിക്കാൻ, രാജ്യത്തെ ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റാനാണ് RSS ശ്രമിക്കുന്നത്. RSSന്റെ അജണ്ടകളെ ചെറുത്തു തോൽപ്പിക്കണമെങ്കിൽ ബഹുജനത്തെ രാഷ്ട്രീയമായി ബോധ്യവൽക്കരിക്കേണ്ടതുണ്ട്. അതാണ് ഇടതുപക്ഷം ചെയ്യുന്നത്, CPIM ചെയ്യുന്നത്. CPIMനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശക്തികളോട്, CPM ഇല്ലാത്ത ഇന്ത്യ കിനാവ് കാണുന്നവരോട് സഖാവ് പ്രഭാത് പട്നായിക്കിന്റെ ഉജ്ജ്വലമായ ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് എന്തു പ്രസക്തി എന്ന് ചോദിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. പ്രഭാത് പട്നായിക്കിനോടും ഈ ചോദ്യം ആവർത്തിക്കപ്പെട്ടു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക ചിന്തകനാണ്. പ്രഭാത് പട്നായിക്കിനോടുള്ള ചോദ്യം, ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് എന്തു പ്രസക്തി? ത്രിപുര പോയി, ബംഗാൾ പോയി, നിങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ മാത്രം എന്തു പ്രസക്തി സഖാക്കളെ? നിങ്ങൾക്ക് ഈ ചോദ്യത്തിനുള്ള മറുപടി സഖാവ് പ്രഭാത് പട്നായിക്ക് പറഞ്ഞു, ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ എന്തു പ്രസക്തി എന്നതല്ല, ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യക്ക് എന്തു പ്രസക്തി എന്നതാണ്. ഡൽഹിയിൽ ഞങ്ങളുടെ പാർട്ടി അത്ര ശക്തമല്ല. എന്നാൽ ഡൽഹിയിലെ പാവപ്പെട്ട മുസൽമാന്റെ വീടുകൾക്ക് മുകളിലേക്ക് RSSന്റെ കോമ്പല്ലുകളുള്ള കാവി ബുൾഡോസറുകൾ പാഞ്ഞെടുത്തു വന്നപ്പോ അരുത് എന്ന് പറയാൻ മുന്നിൽ നിൽക്കാനുണ്ടായത് CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് വൃന്ദ കാരാട്ടാണ്. കാരാട്ടിന്റെ പ്രസ്ഥാനം, വൃന്ദ കാരാട്ടിന്റെ പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം. ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ, ദളിതർ, പിന്നോക്കക്കാർ വേട്ടയാടപ്പെടുമ്പോ അരുതെന്ന് പറയാൻ നമ്മുടെ മുന്നിലുണ്ടാകും. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ, സ്വതന്ത്ര ചിന്തകർ, ഈ രാജ്യത്തെ മാധ്യമ പ്രവർത്തകർ, നട്ടലുള്ള മനുഷ്യർ ജയിലിലടക്കപ്പെടുകയാണ്. തീസ്താ സത്തൽവാദിനെ പോലെയുള്ളവർ ഈ രാജ്യത്തിന്റെ ജയിലറക്കുള്ളിലാണ്. ഇന്ത്യൻ ജനാധിപത്യം ഇപ്പോഴും ജനാധിപത്യം എന്ന് തന്നെ നമ്മൾ പറയുന്നു. ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയറായ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ബാബരി കേസിൽ വിധി പറഞ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ആ ജഡ്ജിയുടെ പേര് ഇന്ദു മൽഹോത്ര. പുതിയ അതിന് അന്നത്തെ ചീഫ് ജസ്റ്റിസ് അതിപ്പോ പേര് പെട്ടെന്ന് ഓർമ്മയിട്ടില്ല വരും. അദ്ദേഹം ഇന്ന് BJPയുടെ രാജ്യസഭ MP ആണ്. അഥവാ 6 അംഗ ബെഞ്ചാണ്. അതിൽ ഒരാളാണ് ഇന്ദു മൽഹോത്ര. ഇന്ദു മൽഹോത്ര അല്ലാത്ത അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ആ ചീഫ് ജസ്റ്റിസ് ഇന്ന് BJPയുടെ രാജ്യസഭാ അംഗമാണ്. അങ്ങനെയുള്ള ആളുകൾ, ഇന്ദു മൽഹോത്രയെ പോലെയുള്ള ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളെ, രാജ്യത്തെ ജുഡീഷ്യറി പോലും RSS വിഴുങ്ങുകയാണ്. അങ്ങനെയുള്ള ഒരു സമയത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇടതുപക്ഷം ഈ പതാകയുമായി മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ നാടിന്റെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ, ഫെഡറൽ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്തുണ്ടാവണം. ഇടതുപക്ഷത്തിന് കരുത്തുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യത്തിന് കാവൽ നിൽക്കാൻ, പോരാടാൻ
ഈ മണ്ണിനകത്തെ മനുഷ്യർക്ക് കരുത്തുണ്ടാകൂ. കൂടുതൽ കരുത്തോടെ സഖാവ് കുട്ടിപ്പയുടെ പ്രസ്ഥാനം മുന്നോട്ട് പോവേണ്ടതുണ്ട്. സഖാവിന്റെ ഓർമ്മ 33 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ഓർക്കുമ്പോ ഇന്ന് നമ്മുടെ കൂടെ സഖാവ് 19ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട സഖാവ്, കൊല്ലപ്പെട്ട പ്രിയപ്പെട്ട സഖാവ് കുട്ടിപ്പ നമ്മുടെ കൂടെ നിൽക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് വിളിക്കുന്ന മുദ്രാവാക്യം അത് ഫാസിസത്തിനെതിരായ മുദ്രാവാക്യമാണ്, അത് ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സഖാവ് കുട്ടിപ്പയുടെ ഓർമ്മ ദിനം നമുക്ക് കരുത്താവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട മുഴുവൻ സഖാക്കളെയും ഹൃദയത്തോട് ചേർത്തുവെച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ലാൽ സലാം സഖാക്കളെ, അഭിവാദ്യങ്ങൾ.